നമ്മുടെ സംസ്ഥാനത്ത് LDFൻ്റെ തുടർഭരണം വന്നു കഴിഞ്ഞ ഘട്ടമായിരുന്നു. ആ തുടർഭരണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നിർവഹിച്ചു പോകുമ്പോൾ നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ചാണ് നാം പ്രധാനമായും ചർച്ച ചെയ്തത്. അതിൻ്റെ ഭാഗമായി ഒരു നവകേരള കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്ന രേഖ പാർട്ടി സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചിരുന്നു. ആ കാഴ്ചപ്പാട് പൊതുവെ LDFലും പിന്നീട് ചർച്ച ചെയ്യുകയും LDFും ആ കാഴ്ചപ്പാട് അംഗീകരിച്ച് അതിൻ്റെ ഭാഗമായി LDF ഗവൺമെൻറ് കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഈ 3 വർഷക്കാലം ഇവിടെ എല്ലാവർക്കും അറിയാം, ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്ന ഘട്ടമാണ്. പ്രതിസന്ധി എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മുടെ സംസ്ഥാനത്തെ ശത്രുതാ മനോഭാവത്തോടെ കണ്ട് കേരളം ഒരിഞ്ച് മുന്നോട്ട് പോകരുത് എന്ന ധാരണയോടെ കേരളത്തെ ഒരു സംസ്ഥാനമെന്ന നിലക്ക് സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാടിനെ ശ്വാസം മുട്ടിക്കുകയായിരുന്നു. സാമ്പത്തികമായി അങ്ങേയറ്റം ഞെരുക്കുകയായിരുന്നു. ഒരു സംസ്ഥാനത്തിൻ്റെ വിഭവശേഷി, അതിൽ ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പണമാണ്, മറ്റൊരു ഭാഗം ഒരു സംസ്ഥാനമെന്ന നിലക്ക് നാം എടുക്കുന്ന വായ്പയിലൂടെ സമാഹരിക്കുന്ന പണമാണ്. ഈ 2 കാര്യത്തിലും കഴിയാവുന്നത്ര തടസ്സങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിച്ചു. അതിൻ്റെ ഫലമായി നമുക്ക് ന്യായമായി അർഹതപ്പെട്ട കേന്ദ്രവിഹിതം നഷ്ടപ്പെടുന്ന നില വന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി ഒരു ന്യായവുമില്ലാത്ത രീതിയിൽ വെട്ടിക്കുറക്കുന്ന നില കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു. എന്നാൽ ആ ഘട്ടത്തിലൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു സംസ്ഥാനമെന്ന നിലക്കുള്ള തനത് വരുമാനം വർഷം തോറും വർദ്ധിച്ചു വരികയായിരുന്നു. നല്ല തോതിലുള്ള വർധനവ് ആ കാര്യത്തിലുണ്ടായി. ഇപ്പോൾ 3 വർഷക്കാലത്തെ അനുഭവമാണ് പാർട്ടി സംസ്ഥാന സമ്മേളനം വിലയിരുത്തിയത്. അതിനകത്ത് നവകേരള സൃഷ്ടിക്കായുള്ള യാത്ര ശരിയായ പാതയിൽ തന്നെയാണ് എന്നതാണ് പൊതുവിൽ സമ്മേളനം വിലയിരുത്തിയത്. നമ്മുടെ നാടിൻ്റെയും അനുഭവം അത് തന്നെയാണ്. എന്നാൽ നവകേരള സൃഷ്ടിക്കായുള്ള പുതുവഴികൾ നാം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ഇതിൻ്റെ ഭാഗമായി തന്നെ കണ്ടു. ആ പുതുവഴികൾ എങ്ങനെയാണ്? നവകേരള സൃഷ്ടിക്ക് ആവശ്യമായ സഹായം സാധാരണ നിലക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. പക്ഷേ അത്തരം സഹായങ്ങൾ നമ്മുടെ മുൻ അനുഭവം വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും ന്യായമായ കാര്യങ്ങൾക്കടക്കം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കാര്യങ്ങളിൽ വേണ്ട സഹായം വേണ്ട രീതിയിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് നമ്മുടെ അനുഭവം.